السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഏറെ ചിന്തനീയമായ അവൻ്റെ ആയത്തുകളിൽ അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട കാര്യമാണ് അള്ളാഹു അവൻ്റെ പടപ്പുകളെ ഇണകളായി നിശ്ചയിച്ചു എന്നത്. റബ്ബ് പറഞ്ഞു, വഖലഖനാകും അസ്വാജ, അല്ലാഹു നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. വമിൻ ആയാതിഹി വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ വറസഖക്കും മിന الطيبات അഫബിൽബാതിലി യുഅ്മിനൂൻ വബിനിഅമതില്ലാഹി ഹും യക്ഫുറൂൻ. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ആ ഇണകളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് സന്താനങ്ങളെയും പേരമക്കളെയും നൽകിയിരിക്കുന്നു. അല്ലാഹു മനുഷ്യർക്ക് ഏറ്റവും നല്ല റിസ്ക് നൽകി. റബ്ബ് ചോദിക്കുകയാണ്, അഫബിൽ ബാതിലി യുഅ്മിനൂൻ ബിനിഅമതില്ലാഹി ഹും യക്ഫുറൂൻ. എന്നിട്ട് ബാത്തിലിൽ തെറ്റായ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവർ തള്ളിക്കളയുകയുമാണോ? നോക്കൂ, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ നബിമാർ, അവൻ്റെ റസൂലുകൾ, അവരെക്കുറിച്ച് റബ്ബ് പറഞ്ഞത് അവർക്ക് അള്ളാഹു ഇണകളെയും മക്കളെയും നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് എന്നാണ്. അവർക്ക് ഭാര്യമാരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, പേരക്കുട്ടികളുണ്ടായിരുന്നു, അവർ കുടുംബജീവിതം നയിച്ചവരായിരുന്നു. അള്ളാഹു എന്താണ് അവരെ കുറിച്ച് പറഞ്ഞത്? വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ. നബിയെ, താങ്കൾക്ക് മുൻപ് നാം റസൂലുകളെ നിയോഗിച്ചു, അവർക്കെല്ലാം നാം ഭാര്യമാരെയും മക്കളെയും നിശ്ചയിച്ച് നൽകുകയുണ്ടായി. അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച അവൻ്റെ നടപടിക്രമമാണ്. ദീനിൽ നിശ്ചയിച്ച നടപടിക്രമം മാത്രമല്ല, ശർഈയായ അവൻ്റെ സുന്നത്ത്, അവൻ്റെ നടപടിക്രമം മാത്രമല്ല, മറിച്ച് പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നടപടിക്രമമാണ്. ആളുകൾക്കിടയിൽ വിവാഹവും അതുപോലെ ദാമ്പത്യ ജീവിതവും, ഇണകളായ ആളുകൾ ജീവിക്കുക, അങ്ങനെ മക്കളുണ്ടാകുക എന്നീ കാര്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു എന്നത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ മാത്രമാണോ വിവാഹം ചെയ്യുന്നത്? അല്ല, മറ്റുള്ള ദീനുകളിൽ വിശ്വസിക്കുന്നവരും വിവാഹം ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൽ അവരുടെ വിവാഹവും വിവാഹമായി പരിഗണിക്കപ്പെടുകയും അവരെ ഭാര്യാഭർത്താക്കന്മാരായി പരിഗണിക്കുകയും അവരുടെ മക്കളെ അവരുടെ നിയമപരമായ മക്കളായി പരിഗണിക്കുകയുമാണ് ചെയ്യുക. ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിങ്ങളല്ലാത്തവർ ജീവിക്കുമ്പോൾ അവർ വിവാഹിതരാണ് എങ്കിൽ ആ വിവാഹത്തെ ഇസ്ലാം സാധുവായ വിവാഹമായിട്ടാണ് കാണുക. അവരുടെ മക്കളെ അവരുടെ നിയമപരമായ മക്കളായിട്ടാണ് ഇസ്ലാം കാണുക. പക്ഷെ വ്യഭിചാരത്തെ അങ്ങനെയല്ല കാണുക. അത് മുസ്ലിങ്ങൾക്കിടയിലായാലും മറ്റുള്ളവർക്കിടയിലായാലും. എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രപഞ്ചത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു നടപടിക്രമമാണ് വിവാഹവും വൈവാഹിക ജീവിതവും എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ വിവാഹിതനാകുന്നതോടെ
അവൻ്റെ ദീനിൻ്റെ പകുതി അത് പൂർത്തിയാവുകയാണ്. ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പ്, മനുഷ്യൻ്റെ ശാരീരികമായ ആരോഗ്യം, അവൻ്റെ മാനസികമായ ആരോഗ്യം, സമൂഹത്തെ ഏറ്റവും നന്നായി നിലനിർത്തുക, മനുഷ്യകുലം അത് നിലനിന്നു പോവുക, ഇങ്ങനെ ഒട്ടനവധി അനേകം പ്രയോജനങ്ങൾ, നന്മകൾ പ്രിയമുള്ളവരെ വിവാഹത്തിലുണ്ട്. അതിൻ്റെ നന്മകൾ എണ്ണാൻ മെനക്കെട്ടാൽ ഒട്ടനേകമുണ്ട്. എന്നാൽ ഇതാ ഇന്ന് ഈ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ആൺകുട്ടികൾക്കിടയിൽ, നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ വ്യാപകമായി അവരെ വഴിതെറ്റിക്കുന്ന, വിവാഹത്തെക്കുറിച്ച് മോശമായ ചിത്രം അവരുടെ മനസ്സിൽ കൊത്തിവെക്കുന്ന പ്രചാരണങ്ങൾ വളരെ വ്യാപകമാണ്. മാധ്യമങ്ങളിൽ നിങ്ങൾ നോക്കൂ, അത്തരത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾ, കുറ്റകൃത്യങ്ങൾ സംഭവിച്ചാൽ അതിനെ പൊലിപ്പിച്ചു വലുതാക്കി ഇത് വിവാഹബന്ധങ്ങളുടെ, വിവാഹമെന്ന സമ്പ്രദായത്തിൻ്റെ തന്നെ പ്രശ്നമാണ് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നു. നമ്മുടെ കുട്ടികളെ നമ്മളവരെ പഠിക്കാനായി പറഞ്ഞയക്കുന്ന സ്ഥാപനങ്ങളിലെ പല അധ്യാപകരും അധ്യാപികമാരും വിവാഹത്തെക്കുറിച്ച് മോശമായ ചിത്രം അവരുടെ മനസ്സിലിട്ട് കൊടുക്കുന്നു. ഒന്നുകിൽ വിവാഹം തന്നെ വേണ്ട, അല്ലെങ്കിൽ അത് വളരെ വളരെ വൈകിയതിനു ശേഷം എല്ലാ നിലക്കും നിനക്ക് നീ ഒരു സ്വയം പര്യാപ്തനായി അല്ലെങ്കിൽ പര്യാപ്തയായി എന്ന് തോന്നിയാൽ മാത്രമേ നീ വിവാഹത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്ന് കുട്ടികളുടെ മനസ്സിൽ കുത്തിവെച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നിഷ്കളങ്കമായി സംഭവിക്കുന്നതാണ്. ഒരു ഗൂഢമായ ഉദ്ദേശം, ഗൂഢാലോചനകൾ അതിൻ്റെ പിന്നിലില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ ആസൂത്രിതമാണ് എന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിൽ ആണ് പ്രചാരണം നടക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കുട്ടികളെ, ആൺകുട്ടികളെ, പെൺകുട്ടികളെ, ഇത് ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടുള്ള പ്രചാരണമല്ല. വിവാഹത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ താല്പര്യമില്ലായ്മ ജനിപ്പിക്കുന്ന പ്രചാരണങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രചാരണമല്ല. മറിച്ച് അത് നിങ്ങളുടെ നാശത്തിലേക്കുള്ള, നിങ്ങളുടെ സ്വഭാവം നശിപ്പിക്കാൻ, നിങ്ങളുടെ വിശുദ്ധി നശിപ്പിക്കാൻ, ഈ ദീനിനോടുള്ള നിങ്ങളുടെ കൂറ് നശിപ്പിക്കാൻ, ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ ഉള്ള പ്രചാരണമാണ് എന്ന് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക. കാരണം നമ്മുടെ ദീൻ ഇത് അംഗീകരിക്കുന്നില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ വിളിച്ചുകൊണ്ട്, യുവ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് വിവാഹം ചെയ്യാനാണ്. അതുകൊണ്ട് ഒരുവൻ വിവാഹിതനാകുമ്പോൾ അവൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയാണ്. നബിയുടെ കൽപ്പനക്ക് അവൻ ഉത്തരമേകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. യാ മഅ്ശറ ശബാബ്, ഓ യുവ സമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങളിൽ ആർക്കാണോ സാധിക്കുന്നത്, ഫൽയതസവ്വജ്, അവർ വിവാഹം ചെയ്തു കൊള്ളട്ടെ. ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ്, അതാണ് കണ്ണുകൾ താഴ്ത്താൻ അവനെ ഏറ്റവും സഹായിക്കുക. വഅഹ്സനു ലിൽഫർജ്, ലൈംഗികാവയവം സംരക്ഷിക്കാൻ അവനെ സഹായിക്കുക. ഫമൻ ലം യസ്തത' ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ, അതിന് സാധിക്കാതെ വരുന്നവൻ നോമ്പെടുത്തു കൊള്ളട്ടെ, അതവന് ഒരു സംരക്ഷണമാണ്, ഒരു കവചമാണ്. നോക്കൂ, ഉമ്മത്തിനോട് ഏറ്റവും താല്പര്യമുള്ള, നമ്മുടെ നന്മയിൽ അതീവ തൽപരനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നാണല്ലോ നബിയെക്കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചത്. ഇതാ നിങ്ങളിലേക്ക് ഒരു റസൂൽ വന്നിരിക്കുന്നു. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ ഉള്ള റസൂലാണ്, ഒരു മലക്കല്ല, മറിച്ച് മനുഷ്യനായ ഒരു റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത് നബിക്കേറെ ബുദ്ധിമുട്ടാണ്, നബിക്കത് സഹിക്കുകയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ തൽപരനാണ്. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നിന്റെ നന്മക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ തൽപരരായിരുന്നു അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ നിന്റെ നന്മക്ക് താല്പര്യമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യമാണ് വിവാഹം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനുകളോട് ദയവും കാരുണ്യവുമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണ്. അതുകൊണ്ട് നബിയെ അനുസരിക്കലാണ് വിവാഹം ചെയ്യുക എന്നത്. അത് നീ സാധിക്കുന്നത്ര നേരത്തെയാക്കിയാൽ അത്രയും നേരത്തെ നീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ
ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം നിർബന്ധമാണ് എന്ന് പറഞ്ഞത് കാണാം. പണ്ഡിതന്മാരിലോ അറിയപ്പെട്ട ആളുകളിലോ വിവാഹം ചെയ്യാതെ ജീവിച്ച ആളുകളുടെ ചരിത്രമുണ്ട് എങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പന പ്രകാരം വിവാഹം വാജിബാണ്, അത് നിർബന്ധമായ കാര്യമാണ് എന്ന് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ നോക്കൂ നിങ്ങൾ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണത്. നോക്കൂ, അത് മുഴുവൻ പ്രതിഫലമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലും അവന്റെ റസൂലിലും സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം അവൻ ആലോചിക്കുന്നത് മുതൽ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ അവന്റെ വിവാഹ ജീവിതത്തിലേക്ക് അവൻ കടന്നു ചെല്ലുന്ന മധുരമൂറുന്ന ആ ദിനങ്ങൾ മുതൽ അവന്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, അവനൊരു കുടുംബനാഥനായി മാറുമ്പോൾ, അവൻ മക്കളെ നോക്കുന്ന ഒരു കുടുംബനാഥനായി മാറുമ്പോഴെല്ലാം നോക്കൂ, അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിവാഹത്തിനൊരു മുസ്ലിം മുന്നിടുമ്പോൾ തന്നെ അവന്റെ നീയത്തിനനുസരിച്ച് അള്ളാഹുവിൽ അവന് പ്രതിഫലമുണ്ട്. കാരണം അവൻ നീയത്താക്കുന്നത് ഞാൻ ഹറാമുകളിലേക്ക് പോകാതിരിക്കാനാണ് എൻ്റെ വിവാഹം എന്നതാണ്. ആ നീയത്തിന് തന്നെ അവന് പ്രതിഫലമുണ്ട്. അവന്റെ ഉദ്ദേശം മുസ്ലിം ഉമ്മത്തിൽ ഉപകാരപ്പെടുന്ന, നാളെ എനിക്കും ഈ ഉമ്മത്തിനും കൺകുളിർമയാകുന്ന മക്കളെ എനിക്ക് ലഭിക്കണമെന്നതാണ്. ആ ഉദ്ദേശം പ്രതിഫലാർഹമായ ഉദ്ദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരു ലുഖ്മ, ഒരു ഉരുള ഭക്ഷണം നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ നോക്കൂ, അത് കളിചിരികൾക്കിടയിൽ ആളുകൾ ചെയ്യുന്ന, ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്ന കാര്യമാണ്. അതിൽ നിനക്ക് പ്രതിഫലമുണ്ട്. അല്ല, അതിനേക്കാൾ വലുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫി ബുദ്ഇ അഹദികും സദഖ, നിങ്ങളിൽ ഒരാൾ തന്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സദഖയാണ്. സഹാബത്ത് അത്ഭുതത്തോടെ ചോദിച്ചു, നബിയെ, ഞങ്ങളിൽ ഒരാൾ തന്റെ ലൈംഗിക ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് പ്രതിഫലമോ? ഒരാൾ തന്റെ ശഹ്വത്ത്, തന്റെ ശാരീരികമായ ഇച്ഛ പൂർത്തീകരിക്കുകയാണ്, അതിന് അല്ലാഹുവിങ്കൽ പ്രതിഫലമോ? സഹാബത്ത് അത്ഭുതപ്പെട്ട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, അതവൻ ഹറാമിലാണ് കൊണ്ടുപോയി തീർക്കുന്നതെങ്കിൽ അവന് കുറ്റമുണ്ടാവുകയില്ലേ? എങ്കിൽ അത് അള്ളാഹു അനുവദിച്ചതിൽ അവൻ പൂർത്തീകരിക്കുമ്പോൾ അവന് പ്രതിഫലമുണ്ട്. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് വിവാഹബന്ധം എന്ന് പറയുന്നത് അതിന്റെ തുടക്കം മുതൽ, അല്ല, അത് തുടങ്ങുന്നതിന് മുൻപേ നീ അത് ആലോചിക്കുമ്പോൾ മുതൽ നിനക്ക് പ്രതിഫലം ലഭിക്കുന്ന നന്മകളാണ് അതിലൂടെ കൈവരാനിരിക്കുന്നത്. അതുകൊണ്ട് വിവാഹബന്ധം ഉപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ അത് വൈകിപ്പിക്കുന്ന ആളുകൾ ഈ മഹത്തരമായ പ്രതിഫലമാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തി കളയുന്നത്. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസിൽ പറഞ്ഞതുപോലെ വിവാഹത്തിന്റെ ശ്രേഷ്ഠമായ പ്രയോജനമായി പറഞ്ഞു, അത് കണ്ണുകൾ താഴ്ത്താൻ സഹായിക്കും, ലൈംഗികാവയവം സംരക്ഷിക്കാൻ അത് സഹായിക്കും. അതിന്റെ മറുവശം എന്താണ് സഹോദരങ്ങളെ? വിവാഹം അകാരണമായി വൈകിപ്പിക്കുന്ന, അല്ലെങ്കിൽ വിവാഹത്തിനോട് താല്പര്യമില്ലാത്ത സമൂഹങ്ങൾ അധികാരത്തിൽ ശ്രദ്ധയില്ലാത്ത സമൂഹങ്ങളായിരിക്കും. ഇത് ഈ കാലത്ത്, ഈ വാർത്താവിനിമയ മാധ്യമങ്ങൾ ഇത്രയേറെ വ്യാപിച്ച ഈ കാലത്ത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. വിവാഹത്തിന് പ്രാധാന്യം നൽകാത്ത, തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരുവന്റെ കൂടെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ് അല്പകാലം വന്ന് താമസിച്ച് രുചിച്ചു നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ വിവാഹത്തിലേക്ക് നീങ്ങുക. അങ്ങനെ കന്നുകാലികളെക്കാൾ മോശമായ ജീവിതം നമുക്ക് നയിക്കുന്ന സമൂഹങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ. അരാജകത്വം നിറഞ്ഞ, ലൈംഗിക അരാജകത്വം നിറഞ്ഞ, അതിൻ്റെ ദുഷ്ഫലമായ രോഗങ്ങൾ, അതുപോലെ അനാഥത്വം, ഉപ്പയാരെന്നറിയാത്ത മക്കൾ, സംരക്ഷിക്കാൻ ആരുമില്ലാത്ത വൃദ്ധജനങ്ങൾ, ഇങ്ങനെ അങ്ങേയറ്റം മോശമായ സമൂഹ വ്യവസ്ഥ അതാ വിവാഹത്തിനോടുള്ള താല്പര്യമില്ലായ്മ കൊണ്ട് ഉണ്ടായിത്തീരുന്നു. വിവാഹം വൈകിപ്പിച്ചാൽ പ്രിയമുള്ളവരെ ഇതാണ് സംഭവിക്കുക. മറിച്ച് വിവാഹിതനായാൽ നിനക്ക് നിന്റെ കണ്ണുകൾ താഴ്ത്താൻ അത് സഹായകമേകും. നിന്റെ ലൈംഗികാവയവം സംരക്ഷിക്കാൻ അത് നിന്നെ സഹായിക്കും. ഈ പ്രയോജനം അതുകൊണ്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വജൂ അൽവദൂദ് അൽവലൂദ് ഫഇന്നി മുകാഥിറുൻ ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. നിങ്ങൾ ധാരാളം പ്രസവിക്കുന്ന, നന്നായി സ്നേഹിക്കുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യുക. ഫഇന്നി മുകാഥിറുൻ ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ നിങ്ങളുടെ എണ്ണത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഈ ഉമ്മത്തിന്റെ എണ്ണം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, ആളുകളെ സഹായിക്കുന്ന, ഇസ്ലാമിന്റെ നന്മകൾ ഉൾക്കൊള്ളുന്ന ഉമ്മത്ത്, അങ്ങനെയുള്ള കുട്ടികൾ, നാളെയുടെ തലമുറ ഉണ്ടാവുക എന്നത് ഏറ്റവും ഖൈറായ കാര്യമാണ്.
പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളോട് വിവാഹത്തെക്കുറിച്ചുള്ള മോശം ചിന്തകൾ, വിവാഹം എന്തോ ഭീകരമായ കാര്യമാണ്, അവരുടെ ജീവിതത്തിന്റെ പുരോഗതിക്കുള്ള തടസ്സമാണ് എന്നിങ്ങനെ ഓതിക്കൊടുക്കുന്നവരുടെ പലരുടെയും ഉദ്ദേശം മുസ്ലിം ഉമ്മത്ത് വളരാതിരിക്കുക എന്നതാണ്. മുസ്ലിം ഉമ്മത്തിന്റെ എണ്ണം കൂടുന്നതിൽ ഇവരുടെ വേവലാതിയും അസൂയയും ഇവരുടെ പ്രയാസവും എത്ര തവണയാണ് അവരുടെ നാവുകളിലൂടെ വെളിപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞതുപോലെ ഖദ് ബദത്തിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. വിദ്വേഷം അവരുടെ നാവുകളിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. അവരുടെ ഉള്ളിൽ അവർ വെളിപ്പെടുത്താതെ മറച്ചു വെക്കുന്നത് അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. വലിയ വിദ്വേഷം ഉള്ളിലുണ്ട്, ന്യായം വേറെ പലതും പറയും. കുറെ മക്കളായാൽ എന്ത് ചെയ്യും, നിനക്ക് നീ സ്വന്തം കാലിൽ നിൽക്കണ്ടേ, ഇങ്ങനെ വിവാഹത്തിലേക്ക് പോയാൽ എന്ത് ചെയ്യും, ഒരു ജോലി വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പെൺമക്കളെ മുടക്കാൻ ശ്രമിക്കും. ഉദ്ദേശം യഥാർത്ഥത്തിൽ വേറെയാണ്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വിവാഹം കഴിക്കുക, ധാരാളം പ്രസവിക്കുന്ന, നന്നായി സ്നേഹിക്കുന്ന സ്ത്രീകളെ നിങ്ങളുടെ എണ്ണത്തിൽ നാളെ പരലോകത്ത് ഞാൻ അഭിമാനം കൊള്ളും. മുസ്ലിം ഉമ്മത്തിന്റെ എണ്ണം ഏതൊരു സമൂഹത്തിൽ വർദ്ധിച്ചാലും ആ സമൂഹത്തിന് അതുകൊണ്ട് ഖൈറല്ലാതെ സംഭവിക്കുകയില്ല. മുസ്ലിമീങ്ങളല്ലാത്തവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഏത് സമൂഹത്തിൽ മുസ്ലിം ഉമ്മത്ത് ധാരാളമായുണ്ടോ ആ നാട്ടിൽ തൗഹീദുള്ള, ഇസ്ലാം അനുസരിക്കുന്ന മുസ്ലിമീങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ പേരിൽ മാത്രം ഇസ്ലാമുള്ള ആളുകളുടെ കാര്യമല്ല. തൗഹീദുള്ള, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, ഇസ്ലാമിന്റെ നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ ഭൂരിപക്ഷമുള്ള നാടുകൾ നോക്കൂ നിങ്ങൾ. ആ നാടുകൾ നന്മകളുടെ നാടുകളാണ്. ഏത് ഖൈറിലാണ് മുസ്ലിം ഉമ്മത്ത് പിന്നിലുള്ളത്? ഏത് സാധുക്കളെ സഹായിക്കാനാണ്, ഏത് ബുദ്ധിമുട്ടുന്നവന്റെ പ്രതിസന്ധിയിൽ അവന്റെ കൈക്ക് പിടിക്കാനാണ് മുസ്ലിമീങ്ങൾ പിന്നിലുള്ളത്? അല്ല, സാധുക്കളെ സഹായിക്കാൻ, പട്ടിണി പാവങ്ങളുടെ പട്ടിണി അകറ്റാൻ, നിരാലംബരുടെ കൈപിടിക്കാൻ ഈ ഉമ്മത്ത് എന്നും മുന്നിലാണ്. ഈ ഉമ്മത്തിന്റെ ചരിത്രം അതാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് വർദ്ധിച്ചതുകൊണ്ട് ഇവിടെ ആർക്കും പ്രയാസമുണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങളുടെ അങ്ങാടികൾ അത് ഏറ്റവും നന്നാകാൻ, നിങ്ങളുടെ കച്ചവടം ഏറ്റവും നന്നാകാൻ, നിങ്ങളുടെ അയൽവാസി ഏറ്റവും നല്ല ആളുകളാകാൻ മുസ്ലിം ഉമ്മത്ത് ഇവിടെ ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ഹൈറെന്ന് ബുദ്ധിയുള്ള ആളുകൾക്കറിയാം, മുസ്ലിമീങ്ങളിൽ പെട്ടവർക്കും അല്ലാത്തവർക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹത്തിന്റെ നന്മകളിൽപ്പെട്ട കാര്യമാണ് ഈ ഉമ്മത്തിന്റെ വർധനവ് എന്നത്. അതുപോലെ സുബ്ഹാനല്ലാഹ്, വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നല്ല മക്കളെ ജനിപ്പിക്കുക എന്നത്. നിന്റെ അടയാളം ഇവിടെ ബാക്കി ഉണ്ടാവുക എന്നത്. നീ മരിച്ചാൽ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നിന്നെ ഓർക്കുന്ന, എല്ലാവരും നിന്നെ മറന്നുപോയാലും നിന്നെ കുറിച്ച് സുജൂദുകളിൽ സ്മരിക്കുന്ന മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. നിന്റെ ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞ്. എന്റെ സഹോദരി, ഏത് കോർപ്പറേറ്റ് കമ്പനികളിലെ എത്ര വലിയ കസേരകളിൽ ഇരുന്നാലും ആ കുഞ്ഞിന്റെ വിളി കേൾക്കുന്ന സന്തോഷം ഒരിക്കലും നിനക്ക് ലഭിക്കാൻ പോകുന്നില്ല. ആ കുഞ്ഞിനെ തലോടുമ്പോൾ, അതിനെ ചുംബിക്കുമ്പോൾ, അതിനെ മാറോട് ചേർക്കുമ്പോൾ, അതിനെ മുലയൂട്ടുമ്പോൾ നിനക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും ആശ്വാസവും എത്രയൊക്കെ ശമ്പളവും നിനക്ക് തരാൻ പോകുന്നില്ല. ഇതിൽ നിന്ന് നിന്നെ മുടക്കി കളയുന്ന ആളുകൾ പിശാചിന്റെ വക്താക്കളാണ്, ശൈത്താനാണ് അവരുടെ പിന്നിലുള്ളത് എന്ന് സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ആൺകുട്ടികളെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സന്താനങ്ങൾ ഉണ്ടാവുക, നല്ല മക്കൾ ഉണ്ടാവുക എന്നത് വിവാഹത്തിന്റെ ഗുണഗണങ്ങളിൽ, വിവാഹത്തിന്റെ പ്രയോജനങ്ങളിൽ പെട്ടതാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ അടയാളമാണ് നിന്റെ മക്കൾ. നീ എന്നൊരു മനുഷ്യൻ ഇവിടെ കഴിഞ്ഞു പോയിരുന്നു എന്നതിന്റെ അടയാളമാണ് നിന്റെ മക്കൾ. നിങ്ങൾ കാണുന്നില്ലേ, 50, 60, 70 ഒക്കെ വയസ്സുള്ള ആളുകൾ, പ്രായമുള്ള ആളുകൾ അവരുടെ ഉമ്മയെ ഉപ്പയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ വാക്കുകൾ ഇടറിപ്പോകുന്നു, അവരുടെ നെഞ്ചുകളിൽ അതാ പ്രയാസമുണ്ടാകുന്നു, കണ്ണീരോടെ അവരെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് അവർക്ക് അവരുടെ മാതാപിതാക്കളോടുള്ള അവരുടെ സ്നേഹമാണ്. മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു വിട്ടുകൊടുത്തിട്ടുള്ള നന്മയാണിത്. വിവാഹമില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? ഉപ്പയാരെന്നറിയാത്ത, ഉമ്മയാരെന്നറിയാത്ത മക്കൾ, കുടുംബ വ്യവസ്ഥയില്ലാത്ത സമൂഹങ്ങളിലെ മക്കൾ, എന്താണ് അവരുടെ സ്ഥിതി? അതുകൊണ്ട് ആ വൃത്തികേടുകളിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാനാണ് വിവാഹത്തോട് താല്പര്യമില്ലായ്മ ജനിപ്പിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നന്മകൾ തിരിച്ചറിയുക, നന്മകൾ തിരിച്ചറിയുക. പുരോഗതി എന്ന പേരിൽ, സ്വാതന്ത്ര്യം എന്ന പേരിൽ, വിദ്യാഭ്യാസം എന്ന പേരിൽ ആളുകൾ പലരും നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ, നമ്മുടെ മനസ്സിൽ കുത്തിവെക്കുന്നത് വിഷമാണ്. അവർ വിവാഹത്തെക്കുറിച്ച് മോശമായി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. അതെന്തോ മോശമായ കാര്യമാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളെ എന്താണ്, അധ്യാപകരെന്ന് പേരില്ല,
കുട്ടികളോട് നന്മ പഠിപ്പിച്ചു കൊടുക്കേണ്ട, അവരെ ഹൈറിലേക്ക് നയിക്കേണ്ട ആളുകൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ യഥാവിധി മനസ്സിലാക്കുന്ന, ബുദ്ധിപൂർവം കാര്യങ്ങളെ സമീപിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആധുനിക മാധ്യമങ്ങളും ചാനലുകളിൽ വൈകുന്നേരവും രാത്രിയും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വായാടികളുമെല്ലാം നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വിവാഹം ഒരാളുടെ സാമ്പത്തിക സ്ഥിതി തകർത്ത് കളയും, വിവാഹം ആളുകളെ ദരിദ്രരാക്കും, മക്കളുണ്ടാകുന്നത് ദാരിദ്ര്യമുണ്ടാക്കും എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. നമ്മുടെ ഉമ്മത്തിൽ പഴയ ആളുകൾക്ക് പലർക്കും അറിയാം ഇത് എത്രമാത്രം തെറ്റായ കാര്യമാണ് എന്ന്. എന്നാൽ നമ്മുടെ യുവാക്കൾക്ക് പലർക്കും, പ്രത്യേകിച്ച് ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് പലർക്കും ഇത് മനസ്സിലാകാതെ പോവുകയാണ്. യഥാർത്ഥത്തിൽ കാര്യം, സത്യം നേരെ തിരിച്ചാണ്. വിവാഹം എന്നത് അള്ളാഹു റിസ്ക് വർദ്ധിപ്പിച്ചു തരാൻ ഉള്ള കാരണങ്ങളിൽ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ്. വിവാഹിതരായ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ സമ്പാദ്യം വിവാഹത്തിന് മുൻപ്? എന്താണ് അവരുടെ സാമ്പത്തിക സ്ഥിതി മാറിയത് വിവാഹത്തിനു ശേഷം? റിസ്ക് അള്ളാഹുവിന്റെ കയ്യിലാണ്, അവനാണ് ഉപജീവനമേകുന്നത് എന്ന ബോധം, പ്രിയമുള്ളവരെ, മുസ്ലിമിന്റെ അടിസ്ഥാന ബോധങ്ങളിൽ ഒന്ന്. പ്രത്യേകിച്ച് വിവാഹത്തെക്കുറിച്ച് അള്ളാഹു പറയുകയുണ്ടായി, അവർ ദരിദ്രരാണ് എങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകുന്നതാണ്, അവർക്ക് അള്ളാഹു സമ്പത്ത് നൽകുന്നതാണ്. എന്നാൽ ദാരിദ്ര്യത്തെക്കുറിച്ച് നിന്നെ എപ്പോഴും പേടിപ്പെടുത്തുന്നത്, അതേക്കുറിച്ച് ആകുലത ഉണ്ടാക്കുന്നത് ആരാണ്? അള്ളാഹു പറഞ്ഞത് പിശാചാണ് എന്നാണ്. അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖർ വയഅമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ലാ. പിശാചത നിങ്ങളെ ദാരിദ്ര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അതേക്കുറിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് മോശമായത് ചെയ്യാൻ അവൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് മനുഷ്യ പിശാചുക്കൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വളഞ്ഞ വഴിക്ക് ഇത് തന്നെയാണ്. പെൺകുട്ടികളോട് പറയും, ഇതാ നീ ഈ സമയത്ത് വിവാഹം ചെയ്താൽ ഭർത്താവ് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്ന് കാലൊടിഞ്ഞു പോയാൽ നീ എന്തു ചെയ്യും? കുടുംബം പട്ടിണിയായി പോകൂലേ? മരിച്ചുപോയാൽ നീ എന്ത് ചെയ്യും? അതുകൊണ്ട് നീ ആദ്യം പഠിക്കണം, ഒരു ജോലി സമ്പാദിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എടോ, ആരും ഇവിടെ സ്വന്തം കാലിൽ അല്ല നിൽക്കുന്നത്, അള്ളാഹുവാണ് എല്ലാവരെയും നിലനിർത്തുന്നത്. അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ഖയ്യൂം അല്ലാഹുവാണ് ആളുകളെ നിലനിർത്തുന്നത്, അവരെ പിടിച്ചു നിർത്തുന്നത്, അവരെ മുന്നോട്ട് നയിക്കുന്നത് റബ്ബാണ്. ആണായാലും പെണ്ണായാലും എന്ന് മാത്രമല്ല, വിവാഹം എന്ന് പറയുന്നത് റിസ്ക് വർദ്ധിക്കാനുള്ള കാരണമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അത്തരം ദാരിദ്ര്യം ഓർമ്മപ്പെടുത്തുന്ന പിശാചുക്കളെ, ജിന്നിലും ഇൻസിലും പെട്ട പിശാചുക്കളെ നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം ചിന്തയാണ് നീ ഇങ്ങനെ ദാരിദ്ര്യം പേടിക്കുക എന്നത്. കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്ക് നൽകുമെന്നാണ് പറഞ്ഞത്. അൻഫിഖ് യാ ബിലാൽ വലാ തഖ്ശ മിൻ ദിൽ അർശി ഇഖ്ലാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയുകയാണ്, ചെലവഴിക്കൂ ബിലാൽ, അർശിന് മേലുള്ള റബ്ബിനോട്, അർശിന് മുകളിലുള്ള റബ്ബിനെ കുറിച്ച് അവൻ കുറച്ചു കളയുമെന്ന് നീ പേടിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് ഖയ്യൂമായ റസ്സാഖായ റബ്ബിൽ ഭരമേൽപ്പിക്കുക, അവൻ റിസ്ക് നൽകും എന്ന് പ്രിയമുള്ളവരെ നന്നായി മനസ്സിലാക്കുക. അവന്റെ കയ്യിലാണ് റിസ്ക് എന്ന് പറയുന്നത്, അവനാണ് നമുക്ക് ഉപജീവനമേകുന്നത്. അല്ലാതെ ആളുകളുടെ കയ്യിലോ നമ്മുടെ ജോലിയിലോ നമ്മുടെ സാമർത്ഥ്യത്തിലോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ റിസ്ക് നിലകൊള്ളുന്നത്. അതുകൊണ്ട് റബ്ബിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക, വിവാഹത്തിന് വേഗം മുന്നേറുക, അതിനുവേണ്ടി സഹായിക്കുക ആളുകളെ. വിവാഹത്തിന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രേഷ്ഠമായ പ്രയോജനങ്ങളിൽ ഒന്നാണ് വൈവാഹിക ജീവിതത്തിലൂടെ ആണിനും പെണ്ണിനുമിടയിൽ, പുരുഷനും സ്ത്രീക്കുമിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന സ്നേഹവും അടുപ്പവും, അവർ അത് മുഖേന കണ്ടെത്തുന്ന സമാധാനവും എന്നത് എത്ര പണം കൊടുത്താലും നിനക്കത് വാങ്ങാൻ കിട്ടുകയില്ല. ഈ ആളുകളുടെ വർത്തമാനം കേട്ടാൽ തോന്നും ഭർത്താവ് എന്ന് പറയുന്നത് ഓട്ടടിക്കുന്ന ഒരു മെഷീനാണ്. നീ പണം കൊടുത്ത് അങ്ങനെ വാങ്ങാൻ ശ്രമിക്കുന്ന ഒന്നാണോ ഭർത്താവ്? അല്ല. നിനക്ക് ഉപ്പയില്ലേ സഹോദരി, ഉമ്മയില്ലേ, ആങ്ങളമാരില്ലേ? അവരെ നീ എങ്ങനെയാണ് കാണുന്നത്? പണത്തിന് പകരമായിട്ടാണോ കാണുന്നത്? അല്ലല്ലോ. അതുപോലെ തന്നെയാണ് നിന്റെ ഭർത്താവ് എന്ന് പറയുന്നത്. ഒരു പെണ്ണ്, അവൾ ദുനിയാവിലെ ഏറ്റവും വലിയ പണക്കാരിയാണ് എങ്കിലും അവൾക്കൊരു ഭർത്താവിന് ആവശ്യമാണ്.
അവന്റെ കരുതൽ, അവന്റെ സ്നേഹം, അവന്റെ സംരക്ഷണം, അവന്റെ നിയന്ത്രണം അവൾക്ക് ആവശ്യമാണ്. അള്ളാഹു അങ്ങനെയാണ് ആണിനെയും പെണ്ണിനെയും പഠിച്ചത്. അവൾ ദുനിയാവിലെ ഏറ്റവും വലിയ പണക്കാരിയാണ് എങ്കിലും എന്നിട്ടാണോ നീ പണവും ഇതുമായി താരതമ്യം ചെയ്യുന്നത്? പണവും ഭർത്താവുമായി നീ താരതമ്യം, നിന്റെ കാലിൽ നിൽക്കണം. അപ്പൊ നീ എന്തായിട്ടാണ് ഭർത്താവിനെ കാണുന്നത്? ഈ ആളുകൾ എന്തായിട്ടാണ് പഠിപ്പിക്കുന്നത്? എന്നാൽ ഇതേ ആളുകൾ സുബ്ഹാനല്ലാഹ് ദുനിയാവിന്റെ വ്യവഹാരങ്ങളിൽ കാര്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു പെണ്ണിന് ജോലി ഉണ്ട് എങ്കിൽ, അവളുടെ മുകളിൽ ഒരു മാനേജർ ഉണ്ട് എങ്കിൽ, അവളുടെ ഇത്തരത്തിലുള്ള രോഗം ബാധിച്ച കൂട്ടുകാരികളോ മറ്റോ ഉണ്ടെങ്കിൽ അവളെ ഉപദേശിക്കും, ഇതാ അയാൾ എന്ത് ചെയ്താലും സഹിച്ചു നിന്നേക്കണം, ഒരു മറുവാക്ക് പറയരുത്, ഇതിന്റെ കരിയർ നശിപ്പിക്കരുത്, ജോലി രാജിവെക്കരുത്, അയാൾ പറയുന്ന കുപ്പായം വിട്ടു പോകണം, അവൻ പറയുന്ന നേരത്തെ അവിടെ എത്തണം, നേരത്തെ പോകണമെങ്കിൽ അയാളുടെ അനുവാദം ചോദിക്കണം, ലീവ് എടുക്കണമെങ്കിൽ അയാളുടെ അനുവാദം വേണം, ഒരു കുഴപ്പവുമില്ല. അതേസമയം ഭർത്താവ്, ഒരു കുടുംബജീവിതത്തിലെ നായകൻ, അയാൾ പറയുന്ന, അവളോട് സ്നേഹമുള്ള, അവളുടെ മക്കളോട് സ്നേഹമുള്ള ആൾ പറയുന്ന ഒരു നിയന്ത്രണം, അവന്റെ കൽപ്പന അനുസരിക്കുന്നത്, അവൻ വിലക്കുന്നത്, അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തോ മോശമായ കാര്യമായി, അടിമത്തമായി ചിത്രീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പിശാചിന്റെ അടിമകളായി ജീവിക്കുന്ന, ഇത്തരം പണക്കാരുടെ പണച്ചാക്കുകളുടെ അടിമകളായി ജീവിക്കുന്നവരാണ് വിവാഹത്തെ അടിമത്തമായി പഠിപ്പിക്കുന്നത്. അല്ല സഹോദരങ്ങളെ, വിവാഹം അത് സ്നേഹമാണ്, അത് നന്മയിലേക്കുള്ള കാൽവെപ്പാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെ സ്നേഹം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്, അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അവൻ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ പടച്ചു തന്നു എന്നത്. നിങ്ങൾ അവരിൽ സമാധാനം കണ്ടെത്തുവാൻ അല്ലാഹു നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കിയിരിക്കുന്നു, കാരുണ്യമുണ്ടാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹവും കാരുണ്യവും അത് തുല്യതയില്ലാത്ത കാരുണ്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരുവന്റെ തൻ്റെ ഉമ്മയുടെ ഉമ്മയോട് സഹോദരിമാരോടൊക്കെ കാരുണ്യമുണ്ടാകും, റഹ്മത്തുണ്ടാകും. അതേ സമയം മവദ്ദത്ത്, അവളോടുള്ള പ്രണയവും സ്നേഹവും, അവൾക്ക് അവനോടുള്ള പ്രണയവും സ്നേഹവും അതോടൊപ്പമുള്ള കാരുണ്യം, ഇത് രണ്ടും ഒരുമിച്ച് ചേരുക വൈവാഹിക ബന്ധത്തിൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ മാത്രമാണ്. തുല്യതയില്ലാത്ത ബന്ധമാണ്. അത് പണം കൊടുത്താൽ വാങ്ങാൻ കിട്ടുകയില്ല, ഒരു ശമ്പളത്തിനും സഹോദരങ്ങളെ അത് പകരമാവുകയില്ല. ഈ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ തോന്നിയേക്കും, എൻ്റെ ജോലിയും ശമ്പളവും ഒക്കെ അതാണ് എനിക്ക് സന്തോഷം നൽകുന്നത്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എവിടെയും പോകാം, എന്തും ചെയ്യാം, എന്തും ഉടുക്കാം. ശരി, അങ്ങനെ നിനക്ക് തോന്നും. കുറച്ചു കാലം, കുറച്ച് പ്രായം അങ്ങ് കഴിയട്ടെ, 40 കഴിയട്ടെ, 50 കഴിയട്ടെ, അപ്പോൾ നിനക്ക് മനസ്സിലാവും ഈ പണം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നിന്റെ മനസ്സ് നീറിപ്പുകയും അത്തരത്തിലുള്ള വിവാഹം വൈകിപ്പിച്ച ആണും പെണ്ണും സഹോദരങ്ങളെ സമൂഹത്തോട് തന്നെ ഒരുതരം ശത്രുതയുള്ള, ഒരുതരം പിരിമുറുക്കം അനുഭവിക്കുന്ന, ഹൃദയത്തിൽ കാഠിന്യം അനുഭവിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയി പോവുക. അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് പോയി പോവുക. അങ്ങനെ ധാരാളക്കണക്കിന് പ്രയാസങ്ങൾ അത് മുഖേന അവർക്ക് വരികയും ചെയ്യും. എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വിവാഹബന്ധത്തിലേക്ക് മുന്നിട്ടാൽ അള്ളാഹു സഹായിക്കുമെന്നാണ്. അള്ളാഹു സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും, 3 പേരെ സഹായിക്കുക എന്നത് അള്ളാഹു അവന്റെ ബാധ്യതയായി ഏറ്റിരിക്കുന്നു. അൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവൻ, വൽ മുകാതിബു അല്ലദീ യുരീദുൽ അദാ, ഒരടിമത്തത്തിൽ നിന്ന് മോചിതനായ ഒരുവൻ, പക്ഷേ ഉടമയുമായി അവൻ കരാറിലാണ്, ഉടമയ്ക്ക് ഇത്ര പണം കൊടുക്കും എന്ന് പറഞ്ഞ അടിമത്തത്തിൽ നിന്ന് മോചിതനാവുക എന്ന മുഖാതബ കിതാബ എന്നൊരു സമ്പ്രദായമുണ്ട്. അതിനുവേണ്ടി കരാറിലേറ്റിട്ടുള്ളവൻ അള്ളാഹു അവനെ സഹായിക്കും, അവനത് വീട്ടാനാണ്, എന്നിട്ട് സ്വതന്ത്രനാകാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്നാകിഹു അല്ലദീ യുരീദുൽ അഫാഫ്, ലൈംഗിക വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് കടക്കുന്നവൻ, അവനെ അള്ളാഹു സഹായിക്കുമെന്ന് അള്ളാഹു ബാധ്യതയായി ഏറ്റിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ആ സ്നേഹത്തിലേക്കാണ് നീ കാലെടുത്തു വെക്കുന്നത്. നോക്കൂ, ആ മാതൃകയാണ് നമുക്ക് നമ്മുടെ മുൻഗാമികളിൽ കാണാൻ സാധിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈവാഹിക ബന്ധം എങ്ങനെയായിരുന്നു? നബിയുടെ ഭാര്യമാരുമായുള്ള നബിയുടെ ബന്ധം എങ്ങനെയായിരുന്നു? നബിയുടെ ആദ്യത്തെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, അവരും നബിയുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു? കാലങ്ങൾക്ക് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹാല ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇസ്തഅദനത് ഹാല ബിൻത് ഖുവൈലിദ് ഉഖ്തു ഖദീജ
അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജയുടെ സഹോദരി ഹാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വന്നു, കയറാൻ അനുവാദം ചോദിച്ചു. ഫഅറഫ ഇസ്തിദാന ഖദീജ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലയുടെ ശബ്ദം കേൾക്കുകയാണ്. ഹാലയുടെ ശബ്ദം കേട്ടപ്പോൾ നബിക്ക് ഖദീജയെ ഓർമ്മ വന്നു. ഖദീജയുടെ ശബ്ദം, ഖദീജയുടെ അനുവാദം ചോദിക്കുന്ന ആ ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓർമ്മ വന്നു. ഫർതഅ ലിദാലിക്. അതോർത്ത് നബിയുടെ ഹൃദയം പിടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹാല, അല്ലാഹുവേ ഹാലയാണല്ലോ. ഫഗിർതു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്കപ്പോൾ രോഷം തോന്നി. സ്ത്രീകൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ഗൈറ, അത് പൊതുവെ അവർക്ക് അതിന്റെ പേരിൽ കുറ്റമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. കാരണം അത് അവരുടെ പ്രകൃതമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, മാ തദ്കുറു മിൻ അജൂസിൻ മിൻ അജായിസ് ഖുറൈശ്. എന്താണ് ആ ഖുറൈശികളിലെ വയസ്സായ വൃദ്ധയായ ആ സ്ത്രീയെ കുറിച്ച് ഇപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? ഹംറാഉ ശിദ്ഖൈൻ, പല്ലൊക്കെ കൊഴിഞ്ഞ ആ സ്ത്രീയെ. ഹലകത് ഫി ദഹർ, ഏതോ കാലത്ത് മരണപ്പെട്ടു പോയി. ഖദ് അബ്ദലക അല്ലാഹു ഖൈറൻ മിൻഹ, അതിനേക്കാൾ നല്ല ഭാര്യമാരെ അള്ളാഹു താങ്കൾക്ക് തരികയും ചെയ്തല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുകയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് ശേഷം നബി അറവ് നടത്തിയാൽ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് പറയുമായിരുന്നു, എൻ്റെ മക്കളെ പ്രസവിച്ച എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിശ്വസിച്ചപ്പോൾ നബിയിൽ വിശ്വസിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാക്കാത്ത ഖദീജ റളിയല്ലാഹു അൻഹ. നോക്കൂ, ഇതാണ് യഥാർത്ഥത്തിൽ സ്നേഹം നിറഞ്ഞ കുടുംബ ബന്ധം എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത്. ഇതൊരിക്കലും ദുനിയാവ് മാത്രം നിനക്ക് പറഞ്ഞു തരുന്ന, ഭൗതികത എപ്പോഴും നിന്റെ തലയിൽ കയറ്റി തരുന്ന അധ്യാപകന്മാരും അങ്ങനെയുള്ള വൃത്തികെട്ട കൂട്ടുകാരും സോഷ്യൽ മീഡിയയും വാർത്താ മാധ്യമങ്ങളിലെ വായനക്കാരും സഹോദരി നിനക്ക് പറഞ്ഞു തരികയില്ല, സഹോദര നിനക്ക് പറഞ്ഞു തരികയില്ല. ഈ മനോഹാരിത ഇത് അനുഭവിച്ചറിയാനുള്ളതാണ്. ഇത് ജീവിത പാഠമാണ്, ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സന്തോഷമാണ്. എത്ര പണം കൊടുത്താലും ഇത് കിട്ടുകയില്ല, വിവാഹം ചെയ്താലല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിവാഹത്തിന്റെ നന്മകൾ നമ്മൾ മനസ്സിലാക്കുക. അത് ആരോഗ്യത്തിന് ഏറ്റവും ഹൈറായ കാര്യമാണ്. ഒരുവന്റെ ശാരീരികമായ ആരോഗ്യം, അതിന് ദോഷമാണ് ഒരാൾ വിവാഹിതനാകാതിരിക്കുക എന്നത്. അവന്റെ ലൈംഗിക മോഹം അത് കടിച്ചു പിടിക്കുക എന്നത് മോശമായ കാര്യമാണ്. അല്ലെങ്കിൽ അത് ഹറാമിൽ ഉപയോഗിക്കേണ്ടി വരും, അത് അതിനേക്കാൾ മോശമായ കാര്യമാണ്. അതുപോലെ അവന്റെ മാനസികാരോഗ്യത്തിന് മോശമാണ് വിവാഹിതനാകാതിരിക്കുക എന്നത്. മാനസികമായ ധാരാളം പ്രശ്നങ്ങൾ, ധാരാളം പിരിമുറക്കങ്ങൾ, സമൂഹത്തോട് തന്നെയുള്ള വെറുപ്പ്, മോശമായ സ്വഭാവം, കടുംപിടുത്തങ്ങൾ, ഇതെല്ലാം സഹോദരങ്ങളെ വിവാഹം ഉപേക്ഷിച്ചാൽ ഉണ്ടാകും. വിവാഹം വൈകിപ്പിച്ചാൽ അതുപോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. നോക്കൂ, സമൂഹത്തിനുള്ള സംരക്ഷണമാണ് വിവാഹം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരാളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ പോലും വിവാഹം കഴിക്കാത്ത കുറച്ച് ആളുകളാണ്, കുറച്ച് ബാച്ചിലേഴ്സാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം പെണ്ണുങ്ങളാണ് അവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ അതിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കും ഒരു ഫാമിലിയാണ് അവിടെ താമസിക്കാൻ വരുന്നത് എന്ന് കേട്ടാൽ. എന്തുകൊണ്ടാണ്? ഇത് സമൂഹത്തിനറിയാം. അവിവാഹിതരുടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ കുറ്റകൃത്യങ്ങൾ എത്ര കൂടുതലാണ്. കാരണം ഓരോരുത്തരുടെയും താല്പര്യം ഓരോന്നായിരിക്കും. എല്ലാവരും കൂടി എന്തെങ്കിലും തിന്മയിൽ ഏർപ്പെടും, എന്തെങ്കിലും ആപത്ത് വരുത്തി വെക്കും, എന്നിട്ട് എല്ലാവരും അവരവരുടെ വഴിക്ക് പോകും. എന്നാൽ ഒരു കുടുംബമുള്ളവന് അതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിൽ വന്നാൽ അവൻ പലകുറി ചിന്തിക്കും, കുറ്റകൃത്യങ്ങൾ അത് വർദ്ധിക്കും. എന്നാൽ നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, മാധ്യമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്, പ്രചരിപ്പിക്കുന്നത് എന്താണ്? വിവാഹം കൊണ്ട് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ, ഒരു വിവാഹം കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ വധു ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനമുണ്ട്, ഇങ്ങനെയുള്ള വാർത്തകളെ പൊലിപ്പിച്ച് വലുതാക്കി സമൂഹത്തിന്റെ മൊത്തം പ്രശ്നങ്ങൾക്ക് കാരണം ഇതാണെന്ന് വരുത്തി വെക്കും. എന്നാൽ ആളുകൾ വിവാഹം ഉപേക്ഷിച്ചതുകൊണ്ടും അത് നീട്ടിവെച്ചതുകൊണ്ടും ഉണ്ടായ കുറ്റകൃത്യങ്ങൾ, അതിന്റെ കണക്ക് ഒരിക്കലും അവർ പറയുകയില്ല, അതേക്കുറിച്ച് ചർച്ചയേയില്ല. കാരണം അവരുടെയൊക്കെ ഉദ്ദേശം വേറെയാണ്. അവരുടെയൊക്കെ ഉദ്ദേശം ഈ സമൂഹം അരാജകത്വത്തിലേക്ക് നീങ്ങുക എന്നതാണ്. വിവാഹമില്ലാതെ തോന്നിവാസികളായി കാലികളെ പോലെ ജീവിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഉദ്ദേശം. നോക്കൂ, വിവാഹത്തിന്റെ മറ്റൊരു ശ്രേഷ്ഠമായ ഫലമാണ് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിൽ വിവാഹബന്ധം ഉണ്ടാകുന്നു, സമൂഹം തമ്മിൽ കെട്ടുറപ്പുണ്ടാകുന്നു. അല്ലെങ്കിൽ ഒരു സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു കൂട്ടം ആളുകളെയാണ് അത് സൃഷ്ടിക്കുക. നിങ്ങൾ നോക്കൂ, ഈ ആളുകൾ വലിയ പുരോഗമനമായി പറയുന്ന, ഇവരുടെ ആശാന്മാരായി ഇവർ പരിചയപ്പെടുത്തുന്ന യൂറോപ്യൻ പുരോഗതി കൈവരിച്ചു എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ടല്ലോ, സ്ഥിതി എന്താണ് അവിടെ അങ്ങനെയുള്ള നാടുകളുടെ?
പല നാടുകളിലും പ്രത്യേക സംഘങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? പല വീടുകളിലും ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഒറ്റക്ക് മരണപ്പെടുകയാണ്. ഒറ്റക്ക് ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരാൾ അതിനകത്ത് മരിച്ചു കിടക്കുന്നു എന്ന് സമൂഹം മനസ്സിലാക്കുന്ന, നാട്ടുകാരറിയുന്നത്. അങ്ങനെയുള്ള വീടുകൾ വൃത്തിയാക്കാൻ മാത്രം പ്രത്യേകം സംഘങ്ങൾ, പ്രത്യേകം സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെടുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ. നോക്കൂ നിങ്ങൾ, വിവാഹപ്രായം വർദ്ധിപ്പിക്കണം, അത് 20, 25, 30 ഒക്കെ ആക്കണം എന്ന് പറയുന്ന ആളുകൾക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന്റെ പ്രായം എത്ര കുറച്ചാലും യാതൊരു പ്രയാസവുമില്ല. മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾ അവർ വലിയ പുരോഗതി കൈവരിച്ച നാടുകൾ എന്ന് പറയുന്ന നാടുകളിൽ 8ഉം അതിനു താഴെയും പ്രായമായ കുട്ടികൾക്ക് തീരുമാനിക്കാം ഞാൻ ആണാണോ പെണ്ണാണോ എന്ന്. ആണാണോ പെണ്ണാണോ എന്ന്. ഒരു ആൺകുട്ടിയോട് സ്കൂളിൽ പോയി ഏതെങ്കിലും ഇങ്ങനെയുള്ള പിശാചുക്കൾ, അധ്യാപകർ എന്ന പേരിലുള്ള പിശാചുക്കൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സ്വയം തീരുമാനിക്കാം ഞാൻ ആണാണോ പെണ്ണാണോ എന്ന്. എന്നിട്ട് ഇതിൻ്റെ തലയിൽ വിഷമടിച്ചു കയറ്റി ഒരു ആൺകുട്ടിക്ക് തോന്നുകയാണ് ഞാൻ പെണ്ണാണ്, അപ്പൊ സർജറി ചെയ്യണം, ആണിനെ പെണ്ണാക്കണം അല്ലെങ്കിൽ പെണ്ണിനെ ആണാക്കണം. ഇതിന് മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമില്ല എന്നാണ് പല യൂറോപ്യൻ നാടുകളിലെയും നിയമം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് ആ ആണിനെ പെണ്ണിനെ അഭിസംബോധന ചെയ്യുന്ന വാക്ക് മാതാപിതാക്കൾ പ്രയോഗിച്ചതിന് ഹി എന്ന് പറയേണ്ടടുത്ത് ഷീ എന്ന് പറഞ്ഞു, ഷീ എന്ന് പറയേണ്ടടുത്ത് ഹി എന്ന് പറഞ്ഞു. സ്വന്തം മക്കൾ ആണാണോ പെണ്ണാണോ എന്ന് ഉമ്മാക്ക് ഉപ്പാക്ക് അറിയാലോ. മകനെ മോനെ എന്ന് വിളിച്ചതിന് മാതാപിതാക്കളെ ജയിലിൽ അടച്ച രാജ്യങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്നത് സ്വപ്നമല്ല, കിനാവല്ല, കഥയല്ല, യാഥാർത്ഥ്യമാണ്. ഇവർ ഈ പുരോഗതി കൈവരിച്ചു എന്ന് പറയുന്ന നാടുകളിലെ സ്ഥിതിയാണ്. ഇതിലേക്കാണോ നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത്, നമ്മുടെ മക്കളെ വിളിക്കുന്നത്? ഞങ്ങൾക്കിത് വേണ്ടതില്ല. റദീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഞങ്ങൾക്ക് അല്ലാഹു റബ്ബായി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദൂതനായി, ഇസ്ലാം ദീനായി പരിപൂർണ്ണ തൃപ്തിയാണ്. നിങ്ങളുടെ കുഫറും നിങ്ങളുടെ പിഴച്ച ആശയങ്ങളും നിങ്ങളുടെ ഫെമിനിസവും നിങ്ങളുടെ LGBTയും ഞങ്ങൾക്ക് വേണ്ടതില്ല. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീനുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിവാഹം അതിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ചെറുപ്പക്കാരെ, ആൺകുട്ടികളെ, പെൺകുട്ടികളെ അതിന് സഹായിക്കുക. നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ പണമില്ല, അതിന് സഹായി. ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഇമാം അഹ്മദിന്റെ കാലത്ത് ഒരാൾക്ക് വിവാഹം ചെയ്യാൻ കടം വാങ്ങിയും ഒരുവൻ വിവാഹം ചെയ്യാമെന്ന്. സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് വിവാഹം അത്യാവശ്യമാണ്, അവൻ തെറ്റിലകപ്പെട്ടു പോകുമെങ്കിൽ അവന് കടം വാങ്ങി വിവാഹം ചെയ്യാമെന്ന് ഇമാം അഹ്മദ്, ഇമാം സുന്ന അക്കാലത്ത് പറഞ്ഞിരിക്കും. എന്തായിരിക്കും ഇക്കാലത്തെ സ്ഥിതി? ഇത്രയും തിന്മകൾ വ്യാപിച്ച, മൊബൈൽ എടുത്തു നോക്കിയാൽ നഗ്നത മാത്രം കാണുന്ന, സമൂഹത്തിൽ ഇറങ്ങിയാൽ തുണി ഉരിഞ്ഞ് നടക്കുന്ന സ്ത്രീകളെ കാണുന്ന നമ്മുടെ ചെറുപ്പക്കാർ അവരെങ്ങനെ ജീവിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? പ്രായമുള്ളവരെ, കുടുംബനാഥന്മാരെ, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യും. അവരുടെ വിവാഹത്തിന് നിങ്ങൾ അവരെ സഹായിച്ചില്ല എങ്കിൽ. അതുകൊണ്ട് അവരെ വിവാഹത്തിന് സഹായിക്കുക, വിവാഹത്തിന് സഹോദരങ്ങളെ തയ്യാറെടുക്കുക. എൻ്റെ മുന്നിലിരിക്കുന്ന യുവാക്കൾ, യുവതികൾ, വിവാഹത്തിന്റെ കാര്യം അള്ളാഹുവിനോട് അതിനുവേണ്ടി ദുആ ചെയ്യുക, റബ്ബിനോട് അതിനുവേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക ഏത് സമയത്തും. കാരണം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ ഷർറുകളിൽ നിന്നും നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുകയും ഖൈറിലേക്ക് നയിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد.